നമസ്കാരം. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇതിഹാസ താരവും വെറ്ററൻ വിക്കറ്റ് കീപ്പറുമായ MS ധോണിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ എത്തുന്നത് മുൻ ഇന്ത്യൻ താരവും ബാറ്റിംഗ് കോച്ചുമൊക്കെ ആയിരുന്ന സഞ്ജയ് ബാംഗർ ആണെന്ന് പറയാം. സഞ്ജയ് പറയുന്ന രീതി അനുസരിച്ച് ചെന്നൈയിൽ നിന്ന് ധോണി ഇറങ്ങേണ്ട സമയമായി എന്നാണ്. എല്ലാവരും ഇത് പറയുന്നുണ്ട്. ധോണി ഇരിക്കുമ്പോൾ ആർക്കും ക്യാപ്റ്റൻസി മുഴുവനെ ആസ്വദിക്കാൻ സാധിക്കില്ല. എല്ലാവരും ധോണിയുടെ അഭിപ്രായം ചോദിക്കും. ക്യാപ്റ്റന് ധോണിയുടെ മേൽ പോലും ഒരു കമാൻഡ് കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ധോണി ആ ടീമിൽ നിന്ന് വിട്ടു നിന്നാൽ മാത്രമേ ധോണിയോടുള്ള ബഹുമാനം കൊണ്ട് പറയാത്ത കാര്യങ്ങൾക്ക് പോലും കളിച്ചുകൊണ്ട് ചെന്നൈക്ക് മുന്നോട്ട് നിൽക്കാനാവുകയുള്ളൂ എന്ന് പറയാം. ഇനി തുഴഞ്ഞു നിന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം എല്ലാവരും അഗ്രസീവ് ബാറ്റർമാരാണെന്ന് പറയാം. പുതിയ കുട്ടികളെല്ലാം തന്നെ IPL വന്നവരെല്ലാവരും തന്നെ അഗ്രസീവായിട്ട് ആദ്യത്തെ ബോൾ മുതൽ കളിച്ചു തുടങ്ങുന്നവരാണെന്ന് പറയാം. ഈ പണ്ട് കാലങ്ങളിൽ കളിക്കുന്നവരാണ് ബോൾ നോക്കി കളിക്കുന്നതും ആദ്യം ഒന്ന് അഴഞ്ഞ് പിന്നീട് തുഴഞ്ഞ് പിന്നീട് കളിക്കുന്നവരെന്ന് പറയുന്നു. എന്നാൽ ധോണിയുടെ ഈ കളി ഇപ്പോൾ ഇങ്ങനെയുള്ള കളികളിലൊക്കെ തന്നെ നടക്കില്ല എന്നാണ് പറയുന്നത്. ധോണി ഈ തരത്തിൽ വിരമിക്കാതെ എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചെന്നൈക്ക് ഒരിക്കലും ഒരു വിജയം ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. ധോണി പോയി കഴിഞ്ഞാൽ ആരെങ്കിലും നല്ലൊരാൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ചെന്നൈയെ നമുക്ക് ഭരിക്കാൻ വേണം. പക്ഷെ അതിന് ധോണി ആദ്യം പോണം എന്നതാണ്. കളി തുടർന്നുകൊണ്ടിരുന്നാൽ പട്ടിക പണി നീളും എന്നുള്ള കാര്യം CSKയുടെ സ്ഥിരം ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിനാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. സഞ്ജുവിനെ പതിയെ ചെന്നൈയിലേക്ക് കൊണ്ടുവന്നാൽ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ തീരും. ധോണിക്ക് പകരം വിക്കറ്റ് കീപ്പറായ അതിന്റെ പുറകിൽ നിർത്താൻ സഞ്ജുവിനെ സാധിക്കും. അങ്ങനെ സഞ്ജുവിനെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗെയ്ക്വാദിന് വേണമെങ്കിൽ ഫുൾ ഫീൽഡിങ്ങിലേക്കും അല്ലാതെ തന്നെ ക്യാപ്റ്റൻസിയിലേക്കും തന്നെ അവർ ശ്രദ്ധിക്കാൻ പറ്റും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ശരിയായി പോകുമെന്നും കൊച്ചുകുട്ടികൾ കളിക്കട്ടെ എന്നുമൊക്കെയാണ് നിരവധി പേർ പറയുന്നത്. ഗുജറാത്ത് ടൈറ്റൻസുമായി ഞായറാഴ്ച വൈകിട്ട് നടന്ന മത്സരത്തോടെയാണ് ഈ IPL സീസണിൽ ചെന്നൈയുടെ മത്സരങ്ങളും പൂർത്തിയായിരിക്കുന്നത്. ഈ കളിക്ക് ശേഷം ധോണിയുടെ വിരമിക്കൽ പ്രഖ്യാപനവും ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അതുണ്ടായില്ല. ഒരു പക്ഷേ താൻ അടുത്ത സീസണിൽ തിരിച്ചു വരാനോ തിരിച്ചു വരാതിരിക്കാനോ സാധ്യതയുണ്ടെന്നായിരുന്നു അദ്ദേഹം മൈക്ക് വാങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. സാധാരണ ധോണി പറയുന്നത് പോലെ തന്നെയാണ്. ഇതോടെയാണ് മത്സരശേഷം ധോണിയുടെ തീരുമാനത്തിനെതിരെ ബാങ്കർ ആഞ്ഞടിച്ചത് എന്ന് പറയാം. ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിനോടൊപ്പം MS ധോണി ഈ തരത്തിൽ തുടരുമ്പോൾ അത് ഋതുരാജ് ഗെയ്ക്വാദിനെയാണ് മോശമായി തന്നെ ബാധിക്കുന്നതെന്നും സഞ്ജയ് ബാങ്കർ അഭിപ്രായപ്പെട്ടു. സ്റ്റാർ സ്പോർട്സിന്റെ ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്യാപ്റ്റന്മാർ എന്ന നിലയിൽ ഋതുരാജ് ഗെയ്ക്വാദും ജഡേജയും വളരാത്തത് ധോണിയുടെ സാന്നിധ്യം കൊണ്ടാണെന്നും ബാങ്കർ കുറ്റപ്പെടുത്തി. ഋതുരാജ് ഗെയ്ക്വാദും രവീന്ദ്ര ജഡേജയും MS ധോണിയുടെ നിഴലിൽ തന്നെ തുടരും. രണ്ടുപേരും ഒരിക്കൽ സ്വന്തമായി എന്തെങ്കിലും ചെയ്യുകയുമില്ല. എല്ലായ്പ്പോഴും ധോണിയുടെ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ഇരുവരും സ്വയം വളർന്നു വരാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് പറയാം. ധോണിയുടെ സാന്നിധ്യമാണ് അവരെ അതിൽ നിന്നും തടഞ്ഞു നിർത്തുന്നത്. അതുപോലെ പുതിയ ലീഡേഴ്സിന്റെ ഉദയം കൂടിയാണ് ഇതിലൂടെ തടസ്സപ്പെടുന്നതെന്നും ബാങ്കർ തന്നെ വ്യക്തമാക്കി. ശരീരം അനുവദിക്കുകയാണെങ്കിൽ IPL ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞ ജേഴ്സിയിൽ വീണ്ടും തന്നെ കണ്ടേക്കുമെന്നുള്ള സൂചന കൂടിയാണ് മത്സരശേഷം MS ധോണി നൽകിയത്. ഇപ്പോൾ ഭാവിയെക്കുറിച്ച് തീരുമാനം എടുത്തിട്ടില്ലെന്നും സമയം തന്നെ ഉണ്ടെന്നും ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ആലോചിച്ച ശേഷമായിരിക്കും ഭാവിയെക്കുറിച്ച് അന്തിമ തീരുമാനം എടുക്കുകയെന്നുമായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ പോകട്ടെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ സാധിക്കും. ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അടുത്ത സീസണിൽ IPL ഞാൻ കളിക്കുമോ എന്നത് പല കാര്യങ്ങളെയും തന്നെ ആശ്രയിച്ചിരിക്കും എന്നതാണ് പറയുന്നത്. ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കാൻ എന്റെ മുന്നിൽ ഇനിയും 4 തൊട്ട് 5 മാസങ്ങളുണ്ടെന്ന് പറയുന്നു. അതിനാൽ തിരക്ക് പിടിക്കേണ്ടതില്ല. ശരീരം നല്ല ഹിറ്റായിരിക്കേണ്ടതും ആവശ്യമാണ്. പ്രകടനം മാത്രമല്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ക്രിക്കറ്റർമാർ വിരമിക്കുന്നതിൽ ചിലർക്ക് തന്നെ 22 വയസ്സാകുമ്പോഴേക്കും കളി നിർത്തേണ്ടി വന്നേക്കും. ഞാൻ റാഞ്ചിയിലേക്ക് മടങ്ങുകയാണ്. ബൈക്ക് സവാരികളൊക്കെ ഇനിയും എനിക്കുണ്ട്. അല്പം ആസ്വദിക്കണം. എന്റെ ക്രിക്കറ്റ് കരിയർ ഇതോടെ അവസാനിച്ചതായി ഞാൻ പറയില്ല. അതുപോലെ തിരിച്ചു വരുമെന്നും ഞാൻ പറയുന്നില്ല. തീരുമാനം ഉടനെ അറിയിക്കാം. ഒരുപാട് സമയമുണ്ട്. എന്റെ മുന്നിൽ ബാക്കി നിൽക്കുകയാണ്. ഭാവിയെക്കുറിച്ച് നന്നായി ആലോചിച്ച ശേഷമായിരിക്കും തീരുമാനം എടുക്കുക എന്നുമാണ് പോസ്റ്റ് മാച്ച് ഷോയിൽ തന്നെ ധോണി പറഞ്ഞത്. അതേസമയം ബാറ്റിംഗിൽ ചെന്നൈക്കായി ഈ സീസണിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് ആയിട്ടില്ലായിരുന്നു. മാത്രമല്ല കളിച്ച ഭൂരിഭാഗം ഇന്നിംഗ്സുകളിലും റൺ എടുക്കാൻ ധോണി ശരിക്കും പാടുപെടുകയും ചെയ്തിട്ടുണ്ട്. 13 ഇന്നിംഗ്സുകളിലായി അദ്ദേഹം ഇത്തവണ കളിച്ചിട്ടുണ്ട്. സീസണിലാകെ 145 ബോളുകൾ നേരിട്ട ധോണിക്കും വെറും 196 റൺസ് മാത്രമേ സ്കോർ ചെയ്യാനായുള്ളൂ. 24.5 എന്ന മോശം ശരാശരിയോടെയാണിത്. ഉയർന്ന സ്കോർ 30 റൺസുമാണ് എന്ന് വേണം പറയാൻ.